ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മുഖത്ത് വരുന്ന കറുത്ത പാട്, പ്രത്യേകിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഇരുവശത്തും വരുന്നു. പുരുഷന്മാരാണെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ കറുത്ത പാട് വരും. മുഖത്തിൻ്റെ ഈ വശങ്ങളിൽ ഒരു കറുത്ത പാച്ച് പോലെ വരുന്നു. ക്രമേണ ചെറുതായിട്ട് തുടങ്ങുന്ന ഒരു കണ്ടീഷൻ. നമുക്ക് ആദ്യമൊക്കെ ചില പൗഡർ ഇട്ടാലോ പേസ്റ്റുകൾ ഇട്ടാലോ ഒക്കെ മറച്ചു നിർത്താം. ക്രമേണ ഈ കറുപ്പ് കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? രക്ഷയില്ലാതെ പോയി ഡോക്ടറെ പോയി കാണുന്നു, ബ്യൂട്ടി പാർലറിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ആദ്യം ഫേഷ്യൽ ചെയ്ത് നോക്കും, രക്ഷയില്ല. ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ പറയും നമുക്കിത് കെമിക്കൽ പീലിംഗ് ചെയ്യാമെന്ന് പറയുന്നു. കെമിക്കൽ പീൽ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് പീലിംഗ് ചെയ്ത് പിറ്റേ ദിവസമൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെ ഇരിക്കും. ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ. ഇങ്ങനെ തുടർച്ചയായിട്ട് കെമിക്കൽ പീലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നിരുന്നാലും മുഖത്ത് ഈ പ്രശ്നം മാറുന്നില്ല. കരിമംഗല്യം എന്ന് വിളിക്കുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞ് ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷനാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ഒരു 28 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും പുരുഷന്മാരിലും പോലും ഇത്തരത്തിൽ സ്കിന്നിന് ചേഞ്ച് കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോവിഡ് സമയത്തെ പോലെ മാസ്കും വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് ഒരുപാട് പേർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ, മെലാസ്മ എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നതെന്നും ഇത് സിമ്പിളായിട്ട് എങ്ങനെ ചികിത്സയിലൂടെ പരിഹരിക്കാം എന്നും വിശദീകരിക്കാം. നമ്മുടെ സ്കിന്നിലെ കോശങ്ങൾക്കകത്ത് മെലാനിൻ എന്ന് പറയുന്ന നമ്മുടെ സ്കിന്നിനെ കറുപ്പ് നിറം കൊടുക്കുന്ന ഈ പിഗ്മെന്റ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണത്. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വ്യത്യാസം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഈ കഴുത്തിന്റെ പുറകിൽ നമുക്ക് അതേപോലെ തന്നെ മുഖത്തിന്റെ സൈഡിലെല്ലാം തന്നെ ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ വരാറുണ്ട്. അതിൻ്റെ ഒപ്പം പലപ്പോഴും ആ സ്കിന്നിന് ചെറിയ കട്ടിയും ഉണ്ടാകാറുണ്ട്. അതിനെ അക്കാന്തോസിസ് എന്ന് പറയും. അതല്ല ഈ ഒരു അവസ്ഥ. നമ്മുടെ സ്കിന്ന് വളരെ സ്മൂത്ത് ആയിരിക്കും, നമുക്ക് ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഉണ്ടാകത്തില്ല. എന്നാൽ മുഖത്ത് പ്രത്യേകിച്ച് കവിളിന്റെ ഇരുവശങ്ങളിലുമായിട്ടായിരിക്കും ഇങ്ങനെ പാട് വരുന്നത്. ചിലർക്ക് ഈ ഒരു ചെറിയ പാച്ച് ആയിരിക്കും, ചിലർക്ക് കൂടുതൽ വരും. പലർക്കും ഇത് ഫോം ചെയ്യുന്നത് ചെറിയ കറുത്ത കുത്തു പോലെ വന്നിട്ട് ഇത് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു പാച്ചായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മെലാസ്മ ഉണ്ടാകാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഹോർമോണൽ ചേഞ്ചസ് വരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു തൈറോയ്ഡ് ഹോർമോണിന് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാരിലൊക്കെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന ചില ഓട്ടോഇമ്യൂൺ രോഗങ്ങൾ, ഇപ്പോൾ ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ശരീരത്തിനെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ഓട്ടോഇമ്യൂൺ രോഗം, ഇപ്പോൾ നിങ്ങൾക്ക് അലർജി ഭയങ്കരമായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓട്ടോഇമ്യൂൺ ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് അനുബന്ധിച്ച് നിങ്ങളുടെ ശരീരത്തിൽ സ്കിന്നിൽ ഒരു ഓട്ടോഇമ്യൂൺ റിയാക്ഷൻ ഉണ്ടായി എന്ന് വരാം. ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് മുഖത്ത് പാച്ചസ് കണ്ടുവന്ന് വരാം. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണൽ ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും ഈ പ്രശ്നം സൃഷ്ടിക്കുക. ഇപ്പം ഗർഭാവസ്ഥയിൽ ചില സ്ത്രീകൾക്ക് ഇതുണ്ടാകാറുണ്ട്. ചില സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് ഈസ്ട്രജൻ ഹോർമോൺ പെട്ടെന്നൊരു വേരിയേഷൻ വരുമ്പോൾ മുഖത്തോ ശരീരത്തിലോ പാച്ചസ് കണ്ടുവന്ന് വരാം. പലപ്പോഴും ഒരു മാസമുറ നിൽക്കാറായി തുടങ്ങുമ്പോൾ ഒരു 40-42 വയസ്സ് കഴിയുന്ന സ്ത്രീകളിൽ ഇത് കോമൺ ആയിട്ട് വരുന്നതിന് കാരണം അവരുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകുകയും ഇത് ഈ പിഗ്മെന്റ്സ് കൂടുതലും കോശങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. പലപ്പോഴും ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഹോർമോൺ പ്രശ്നങ്ങൾ നോർമൽ ആകുമ്പോഴോ ഇല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ നോർമൽ ആകുമ്പോഴോ കുറഞ്ഞു വരാറുണ്ട്. എന്നാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അത് കുറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മെലാസ്മ വന്നവർക്ക് എപ്പോഴും മുഖത്ത് ഈ പാട് കാണുന്നത്. ഇത് മാറ്റാൻ അത്ര എളുപ്പമല്ല, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ ഹോർമോണൽ പ്രശ്നം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ കൊണ്ടുണ്ടാകാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാകാം. കൂടാതെ നിങ്ങളുടെ സ്കിന്ന് ഓവറായിട്ട് സെൻസിറ്റീവ് ആണെങ്കിൽ വന്നു വരാം. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ വെയിൽ കൊള്ളുന്ന സമയത്ത് ചിലർക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ വരത്തില്ലേ? ഇതേപോലെ ഈ വെയിലുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ നിങ്ങളുടെ മുഖത്ത് തട്ടിക്കഴിഞ്ഞാലും അവിടെ ഈ ഓവറായിട്ട് റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടായിട്ട് സ്കിന്നിന് മെലാനിൻ പിഗ്മെന്റ് വരാം. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കളാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹെയർ ഡൈ. നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ നമ്മൾ തലയിൽ ഒഴിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടെങ്കിൽ നമുക്കത് അലർജി എന്ന് പറയാം. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഹെയർ ഡൈയിലുള്ള ചില രാസവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ മുടി കറുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് സ്കിന്നും കറുത്തു എന്ന് വരാം. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഹെയർ ഡൈ ഉപയോഗിച്ചു എൻ്റെ നെറ്റി കറുത്തുപോയി, എൻ്റെ മുഖത്ത് അതിനുശേഷം കറുപ്പ് നിറമൊന്നും മാറുന്നില്ല. പലപ്പോഴും പുരുഷന്മാർക്ക് ഒരു 45 വയസ്സ് കഴിഞ്ഞ് മുഖം നോക്കിക്കഴിഞ്ഞാൽ നല്ല കറുകറാന്നിരിക്കുന്നതാണ്. ചോദിക്കുമ്പോൾ പറയും ഹെയർ ഡൈ അലർജി ആയതെന്ന് പറയും. ഇങ്ങനെ പല കണ്ടീഷൻസ് കൊണ്ട് ഇത്തരത്തിൽ നമുക്ക് അലർജി കൊണ്ടും ഈ ഓട്ടോഇമ്യൂൺ റിയാക്ഷൻ മെലാസ്മ ഉണ്ടായി എന്ന് വരാം. ഇനി ഈ മെലാസ്മ വന്നാൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. തൽക്കാലം പലരും ചെയ്യുന്നത്, നമുക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഇല്ല, അതുകൊണ്ട് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലവിധ ഒറ്റമൂലികൾ എടുത്ത് മുഖത്ത് പ്രയോഗിച്ചു തുടങ്ങും.
പ്രയോജനം കിട്ടുമോ? ഇല്ല. കാരണം ഇത് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഈ പിഗ്മെന്റിന്റെ ഓവർ സെൻസിറ്റിവിറ്റി നമ്മുടെ സ്കിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. പുറമേ ചെയ്യുന്ന മാർഗങ്ങൾ കൊണ്ട് നമുക്ക് തൽക്കാലം ഇതൊന്ന് ബെറ്റർ ആയി, അതായത് ഇപ്പൊ കെമിക്കൽ പീലിംഗ് എല്ലാം ഉപയോഗിക്കുമ്പോൾ തൽക്കാലം ഓക്കെ ഇതൊരു ബ്ലീച്ച് എഫക്റ്റ് കിട്ടി, ഒന്ന് കുറഞ്ഞു എന്നൊരു ഫീൽ വരും എന്നല്ലാതെ ഇതുകൊണ്ട് നമുക്ക് വീണ്ടും ഇത് പൂർണ്ണമായിട്ട് മാറി വരുന്നത് കണ്ടിട്ടില്ല. ഇതിന് ചികിത്സ വൈസ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഏത് കണ്ടീഷൻ കൊണ്ടാണോ ഇതുണ്ടാകുന്നത് അതിനെ മാറ്റുക. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഇപ്പോൾ അലർജി റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന മെലാസ്മയാണെങ്കിലും ഹോർമോണൽ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന മെലാസ്മയാണെങ്കിലും നമുക്കിത് മാറ്റിക്കൊണ്ടുവരാൻ നല്ലൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഹോമിയോപ്പതിയിൽ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഇതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ മതി, ഇത് കുറഞ്ഞു വരുന്ന കാണാം. ഇനി ഇതല്ലാതെ നമ്മൾ മാനേജ് ചെയ്യേണ്ട മെലാസ്മ കുറയ്ക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ പലർക്കും ഇത് വല്ലാണ്ട് ഡെപ്പോസിറ്റ് കൂടുതൽ വരുന്ന കണ്ടിട്ടുണ്ട്. പലപ്പോഴും അമിതമായിട്ട് ആങ്സൈറ്റി, ഉത്കണ്ഠ, ടെൻഷനുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം വരാം. ലൈഫിൽ പെട്ടെന്നുണ്ടാകുന്ന ഗ്രീഫ്, അതായത് ഇപ്പോൾ ഭാര്യ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോകുന്നു, ജീവിതത്തിൽ നിങ്ങൾ പെട്ടെന്ന് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെസ്സിന്റെ, ടെൻഷന്റെ അമിതമായിട്ടുള്ള റെസ്പോൺസ് നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ മെലാസ്മ പോലുള്ള പിഗ്മെന്റേഷൻ പല സ്ത്രീകളിലും നിങ്ങളൊരു വിഷയം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്തരത്തിൽ ചേഞ്ച് ഉണ്ടായി വരുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഈ ഗ്രീഫ്, അമിതമായിട്ടുള്ള ടെൻഷൻ മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറും. സൊസൈറ്റിയിൽ കൂടുതൽ ഇടപെടുക, നന്നായിട്ട് ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുക, കൂടുതലായിട്ട് നമ്മൾ വ്യായാമത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻ റെസ്പോൺസ് കുറയ്ക്കുന്നതിന് സഹായിക്കും. കൂടാതെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ സി കണ്ടന്റുള്ള ഭക്ഷണങ്ങളും വൈറ്റമിൻ ഇ കണ്ടന്റുള്ള ഭക്ഷണങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കുക. പലരും വൈറ്റമിൻ സി ഉള്ള ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ പോയിട്ട് ഈ നാരങ്ങ നീര് എടുത്ത് കുഴച്ച് മുഖത്ത് ഇവിടെ പുരട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ നീര് ചേർത്ത് മെലാസ്മയോട് കൂടെ ചൊറിച്ചിലും ഡ്രൈ സ്കിന്നും കൂടെ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകും. നിങ്ങളുടെ ഉള്ളിലെ വൈറ്റമിൻ സി കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ഏറ്റവും നല്ലത് ക്യാപ്സിക്കം, ബ്രോക്കോളി പോലുള്ള ഭക്ഷണങ്ങൾ. നമ്മൾ പഴവർഗ്ഗങ്ങളാണെങ്കിൽ മാമ്പഴം, പേരയ്ക്ക പോലുള്ളവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുക. ഇങ്ങനെ വൈറ്റമിൻ സി കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമുക്ക് ഈ ഭാഗത്തുള്ള ഇറിറ്റേഷൻ കുറയുന്നതിനും നമുക്ക് ഈ മെലാസ്മ ഒന്ന് മങ്ങി വരുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ നല്ലതാണ്. വൈറ്റമിൻ ഇ കണ്ടന്റ് ഉള്ളത് നമുക്ക് കിട്ടുന്ന ഇപ്പം നട്ട്സിനകത്തെല്ലാം തന്നെ, പ്രത്യേകിച്ച് വാൽനട്ടിനകത്തെല്ലാം വൈറ്റമിൻ ഇ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ നട്ട്സും സീഡ്സും ചേർത്തിട്ട് ഒരു ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനും ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന ഓട്ടോഇമ്യൂൺ റെസ്പോൺസും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചാള, ചൂര, അയല അഥവാ കൊഴുവ പോലുള്ള മത്സ്യങ്ങൾ സമൃദ്ധിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും. ധാരാളമായിട്ട് ജലാംശം, ഹൈഡ്രേഷൻ നിങ്ങളുടെ ശരീരത്തിന് ചെയ്യുക. ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കുക. ശരിയായിട്ടുള്ള ഉറക്കം നിങ്ങളുടെ ശരീരത്തിൽ സ്കിന്നിനുണ്ടാകുന്ന ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വെയിൽ കൊള്ളുന്ന സമയത്ത് കഴിയുന്നത്ര നിങ്ങളൊരു മോയ്സ്ചറൈസർ പുരട്ടിയതിന് ശേഷം നിങ്ങളൊരു സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വൈറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ലോഷൻസോ ക്രീംസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സോ എല്ലാം ഇന്ന് ലഭ്യമാണ്. നിങ്ങൾ അതേയോടൊപ്പം തന്നെ ഹോമിയോപ്പതിയുടെ ട്രീറ്റ്മെന്റും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെലാസ്മ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും വളരെ കോമൺ ആയിട്ട് അലട്ടുന്ന ഒരു മുഖ സൗന്ദര്യ പ്രോബ്ലമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.